അങ്ങയോട് ഞങ്ങൾക്കെല്ലാം വളരെയേറെ നന്ദിയുണ്ട്. ഇങ്ങനെ ഒരവസരം നമ്മുടെ ലോകസഭയിലെ വനിതാ അംഗങ്ങൾക്ക് പ്രത്യേകിച്ചും സംസാരിക്കാൻ ഒരവസരം ലഭിച്ചത് തീർച്ചയായിട്ടും ആദരണീയായ സ്പീക്കറുടെ കൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും സ്പീക്കറും തീർച്ചയായിട്ടും ഗവൺമെന്റ് എടുത്തൊരു മുൻകൈയാണ്. എനിക്കിതിലുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് സംസാരിക്കാൻ അവസരം ലഭിക്കാത്ത, ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാൻ അവസരം ലഭിക്കാത്ത എല്ലാ സ്ത്രീകൾക്കും ഒരവസരം ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോലിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം സ്ത്രീ അവരുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ സ്ത്രീകളുടെ പൊതുസ്ഥിതി പറയുകയാണെങ്കിൽ അവർ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും പിന്നോക്കാവസ്ഥയിലാണ്. നമുക്ക് അഭിമാനിക്കാൻ ഒട്ടനവധി മഹിളാരത്നങ്ങളുണ്ട്. ഝാൻസി റാണിയെക്കുറിച്ച് എന്നും നാം അഭിമാനത്തോടെ ഓർക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഝാൻസി റാണി സുഭാഷ് ചന്ദ്രബോസിന്റെ INA യുടെ റെജിമെന്റ് ക്യാപ്റ്റൻ ലക്ഷ്മി വനിതാ റെജിമെന്റിന്റെ ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി ഞങ്ങളുടെ കേരളത്തിൽ ഭർത്താവിനെ സാധിക്കാത്ത കാര്യം ശത്രുക്കളോട് എതിരിടാൻ ആയുധങ്ങളോടുകൂടി പോയിട്ടുള്ള ഉണ്ണിയാർച്ച, ഇങ്ങനെ ഒട്ടേറെ ധീരവനിതകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പുരുഷന്മാരോടൊപ്പം സഹോദരന്മാരോടൊപ്പം സമരത്തിനും പോരാട്ടത്തിനും ഇറങ്ങിയിട്ടുള്ള 10,000-കണക്കിന് സ്ത്രീകളെ ഓർമ്മിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സോണിയാജി ഇവിടെ സംസാരിച്ചത്. പക്ഷെ 68 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാനല്ല, അപമാനം തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങളുള്ളത്. ഈ ലോകസഭയിൽ തന്നെ നോക്കുക, 68 വർഷം കഴിഞ്ഞിട്ടും 12% സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അപ്പുറത്ത് കുറച്ച് സ്ത്രീകൾ കൂടുതലുണ്ട് എന്നുള്ളത് ഞാൻ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന BJP കുറച്ചുകൂടി സ്ത്രീകളോട് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ 66 പേർ 12% എന്ന് പറയുന്നത് മതിയോ? ആഫ്രിക്കയിലും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് സ്ത്രീകളുടെ പങ്കാളിത്തം ഭരണരംഗത്ത് നിയമനിർമ്മാണ രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം കുറയുന്നു എന്നത് തീർച്ചയായിട്ടും ഞാൻ കുറച്ചുകൂടി സമയം തരണം മാഡം. കുറയുന്നു എന്നത് ഒരു രാജ്യത്തിന്റെ പുരോഗതിയല്ല കാണിക്കുന്നത്. മാഡം, അഫ്ഗാനിസ്ഥാനിൽ 28% സ്ത്രീ പങ്കാളിത്തം ഭരണത്തിൽ. താലിബാൻ നേതൃത്വം കൊടുക്കുന്ന താലിബാന്റെ ഇടപെടലുള്ള അഫ്ഗാനിസ്ഥാനിൽ 28%. ഞങ്ങളുടെ കേരളത്തിൽ നിയമസഭക്കകത്ത് 5% മാത്രമേ വനിതകളുള്ളൂ. ഇത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ല. സർ, മാഡം, എന്തുകൊണ്ടാണ് ഈ ലോകസഭക്കകത്ത് വിമൻസ് റിസർവേഷൻ ബില്ല് പാസ്സാകാത്തത്? 6 വർഷം മുൻപ് രാജ്യസഭയിൽ പാസ്സായിട്ടുള്ള ആ ബില്ല് എന്തുകൊണ്ടാണ് ഇവിടെ പാസ്സാകാൻ ഇനിയും അമാന്തിക്കുന്നത്? എനിക്ക് ഉറപ്പുണ്ട് ആദരണീയായ സ്പീക്കർ ഈ ചെയറിൽ ഇരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഉള്ള സന്ദർഭത്തിൽ തന്നെ രാജ്യസഭയിൽ പാസ്സാക്കിയ ബില്ല് ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് 33.1% സീറ്റുകൾ അവർക്ക് കൊടുക്കാൻ ഉറപ്പുവരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാഡം. മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. അന്ന് പ്രതിപക്ഷത്തിരുന്ന ബിജെപിയുടെ ഒരു നിലപാടെന്തായിരുന്നു? ഞങ്ങള് ഇതിനോട് അനുകൂലിക്കാം, പക്ഷേ ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മാഡം, ഞാൻ പറയുന്നത് പുട്ട് ദ ബിൽ ഫോർ വോട്ട്. നമുക്ക് കാണണം ആരാണ് സ്ത്രീ പക്ഷത്ത് നിൽക്കുന്നത്, സ്ത്രീകൾക്കെതിരായിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമുക്ക് മാഡം ഇങ്ങനെ ഒരു സംസാരിക്കാൻ മാത്രം അവസരം കൊടുത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊരു ചെറിയ നല്ല കാര്യമാണെന്നെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതുകൊണ്ട് മാഡം, എന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യമായി സാമ്പത്തികമായി എല്ലാം പിന്നോക്കം നിൽക്കുന്ന ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണരംഗത്ത് സ്ത്രീകൾക്ക് അവസരം കൊടുക്കണം.
അവസരം ലഭിച്ചാൽ എത്ര നന്നായിട്ട് നമ്മുടെ ബഹുമാന്യായ കിരൺ ഖേർ അതുപോലെ മീനാക്ഷിയിലേക്ക് അവരുടെ പ്രസംഗം ഞാൻ കേട്ടു. അവർക്ക് അവസരം കിട്ടുമ്പോൾ എത്ര നന്നായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവസരം കൊടുക്കണ്ടേ? എന്തുകൊണ്ടാണ് അവസരം കൊടുക്കാത്തത്? അപ്പൊ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ നിയമം മൂലം അവർക്ക് അവസരം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിന് നിയമം നമ്മൾ പാസാക്കിയേ പറ്റൂ. ഇത്തവണ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കറിയേണ്ടത് വിമൻസ് റിസർവേഷൻ ബില്ല് പാസാക്കാൻ വേണ്ടി ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മേഡം, അത് അവതരിപ്പിക്കുമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അഷുറൻസ് കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെ പാസാക്കണമെന്ന് ഈ വിമൻസ് ഡേയിൽ, ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ ഈ ബില്ല് പാസാക്കുമെന്ന് ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയെങ്കിലും അതിനൊരു മറുപടി പറഞ്ഞാൽ തീർച്ചയായും സ്ത്രീകൾക്ക് ഈ ഒരു അവസരം കൊടുത്തത് ഒരു നല്ല കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് സമ്മതിക്കാൻ സാധിക്കും. ഇത്രയും കാര്യം പറയാൻ സമയം തന്നതിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ मैं नारी हूं, सृष्टि का अनुपम रूप। मैं परंपराओं की जननी भी हूं तथा उनका निर्वाह करने वाली भी।